ലഹരിക്കെതിരെ വ്യാപകമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ സന്നദ്ധമായി നിൽക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണത്. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിതിന് ചെയ്തു കൊടുക്കണം. ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മൾ ഏർപ്പെടണം. പ്രിയമുള്ളവർ, ഈ അടുത്ത് ഒരു ഇഫ്താർ സംഗമത്തിൽ വെച്ച് ഒരു സാമൂഹിക പ്രവർത്തകൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം. അദ്ദേഹത്തിന്റെ വാർഡിൽ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ വാർഡിലെ കുറച്ച് വീട്ടമ്മമാർ അദ്ദേഹത്തിന് ഒരു കംപ്ലൈന്റ് കൊടുത്തു വന്നു. ആ കംപ്ലൈന്റ് ഇതാണ്: അവരുടെയൊക്കെ വീട്ടിന്റെ വരാന്തകളിലും ചായ്പുകളിലുമൊക്കെ തൊട്ടടുത്ത വീട്ടിലെ ഒരു 70 വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു അമ്മ എന്ന് രാത്രികളിൽ വന്നിരിക്കാറുണ്ട്. അവർ വീടിന്റെ പുറത്തിറങ്ങുമ്പോഴൊക്കെ പലപ്പോഴും ഈ അമ്മയെ കണ്ട് പേടിക്കാറുണ്ട്. രാത്രിയിലാണ്. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ കാര്യം പറയില്ല, എന്താണെന്ന് പറയില്ല. അർദ്ധരാത്രിയിലൊക്കെ വന്ന് ചായ്പിലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവം. അതങ്ങനെ ഈ സാമൂഹിക പ്രവർത്തനോട് ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഈ അമ്മയോട് കണ്ട് പലതവണ ചോദിച്ചു. ആദ്യം അവര് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം അവര് പറഞ്ഞത് എന്താണെന്നറിയോ? അവരുടെ വീട്ടിൽ അവരുടെ മകൻ ഇതുപോലെ ലഹരിക്ക് അടിപ്പെട്ടവനാണ്. മദ്യവും ലഹരിയും ഒക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു മകനാണ്. ആ മകൻ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു. തന്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് 70 കഴിഞ്ഞ ഒരമ്മ ആ മകൻ വീട്ടിലെത്തുന്ന സമയം നോക്കി മറ്റുള്ളവരുടെ ചായ്പുകളിൽ പോയി അഭയം പ്രാപിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പ്രിയമുള്ളവരെ, ലഹരിയുടെ വിപത്ത് നമ്മൾ കാണുന്നത് പോലെയല്ല. നമ്മുടെ കുടുംബത്തെ തകർക്കും, നമ്മുടെ വീട്ടിലുള്ളവരുടെ സമാധാനം കെടുത്തും, നമ്മുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഉറക്കം കെടുത്തും. അതിനെ നമ്മൾ അങ്ങനെ കരുതണം. നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സാമൂഹിക ദ്രോഹമായി മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. സ്വന്തം കുടുംബങ്ങളുടെ കണ്ണീര് കാണേണ്ടി വരുന്ന, അവരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഈ മാരക വിപത്ത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നുണ്ടെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ജാഗ്രത അസ്തമിച്ചെന്നിരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം, എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കൾ നമ്മുടേതാണെന്നും നമ്മുടെ കുടുംബത്തിന്റെ അത്താണിയാണെന്നും നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം ഇവരെല്ലാം നേർവഴിയിലായിരിക്കുമ്പോഴാണ് ഉണ്ടാവുക എന്നുമുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ലഹരി എന്ന മാരക വിപത്തിനെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കുടുംബങ്ങളിലും അയൽപക്കങ്ങളിലും ഒക്കെ ജാഗ്രതയോടെ നിലകൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.